നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഞാനങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടു. നമ്മുടെ വാർഫെയർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ലോക ചന്ദ്ര. നമ്മുടെ ഡയറക്ടർ ഡൊമിനിക് അരുണിൻ്റെ ഇതിൽ വരുന്ന പടമാണ്. ഞാൻ ഓൾറെഡി അതെല്ലാം ട്രെയിലർ വന്ന സമയത്ത് പറഞ്ഞായിരുന്നു. നമ്മുടെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി പടം. ഡൊമിനിക് അരുൺ നല്ല ഇതിൽ പണിതുണ്ട് പടത്തിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. കാര്യം ഇതിൻ്റെ സ്കോറിംഗ് ആയാലും ഇതിൻ്റെ ആർട്ട് വർക്കായാലും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ എല്ലാ സൈഡും നോക്കുമ്പോഴും പടം അടിപൊളിയാണ്. ഒന്നും നമുക്കൊന്നും പറയാനില്ല. ഈ സിനിമയുടെ എന്താ പറയുക, ആക്ടിങ് സൈഡിലേക്ക് പോകുമ്പോൾ കല്യാണി പ്രിയദർശൻ ഒരു രക്ഷയില്ല. പുള്ളിക്കാരിയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു മികച്ച കഥാപാത്രമാണ് പുള്ളിക്കാരി ഇപ്പോൾ ചെയ്തേക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഹിഡൻ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഒട്ടും തന്നെ എന്താ പറയുക, ഒരു കോമഡി രീതിയൊന്നും അല്ലാണ്ട് കുറച്ചും കൂടെ ഒരു ബോൾഡായിട്ടൊക്കെ ആക്ട് ചെയ്യണം. കൊള്ളാം. ഇതിൻ്റെ അകത്തൊരു പീക്ക് ലെവൽ കഴിയുമ്പോൾ പുള്ളിക്കാരി ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കിടുകിട വിറയ്ക്കും അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ. അതിനുള്ള സാധനമൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ആക്ഷൻ രംഗങ്ങളൊന്നും ഒരു രക്ഷയില്ല പുള്ളിക്കാരിയുടെ. എന്താ പറയുക, ടോപ്പിന് വെച്ച സാധനം എന്ന് വെച്ചാൽ പുള്ളിക്കാരിനെ ക്രിട്ട് ചെയ്തവരൊക്കെ ഇപ്പം തിരിച്ചു പറയേണ്ട അവസ്ഥയുണ്ട്. അതുപോലെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് പടത്തിൽ. അതുപോലെ പുള്ളിക്കാരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. എല്ലാ സീൻസും അടിപൊളിയാണ്. ഒരിടത്ത് പോലും ഒരു ഗ്രാഫ് താഴെ പോയിട്ടില്ല. പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പുള്ളിക്കാരി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുകയാണെങ്കിൽ ഇതിൻ്റെ BGMs ഹാൻഡിൽ ചെയ്തേക്കുന്ന ജെയ്ക്സ് വിജയാണ്. പറയണ്ടല്ലോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ടൈറ്റിൽ കാർഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു സെറ്റപ്പ് സാധനമുണ്ട്, ഒരു BGM ഉണ്ട് ഇതിനകത്ത്. അതങ്ങോട്ട് ഇരുന്ന് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു BGM ഉണ്ട്, നമ്മൾ കോരി തിരിച്ചു പോകും. അതുപോലത്തെ BGMs ഓരോ ഇതിൽ പരിപാടി പണിത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഈ സിനിമയിൽ നമ്മുടെ നസ്ലിനായാലും നമ്മുടെ ചന്തു സലികുമാറായാലും പിന്നെ നമ്മുടെ അരുൺ കുര്യനായാലും അവർ തമ്മിലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നസ്ലിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്കെയറി ആയിട്ടുള്ള, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള, കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ അരുൺ കുര്യനായാലും പുള്ളിക്കാരൻ സാധാരണ രീതിയിൽ കുറച്ച് ഒരു സീരിയസ്, കുറച്ച് ബോൾഡ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിൽ കുറച്ചുകൂടെ കോമഡി ആയിട്ടുള്ള, കുറച്ച് വൈബ് പിടിച്ചിട്ടൊരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കാണാൻ കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ചന്തു സലികുമാറിനെ പറ്റി എടുത്തു പറഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര കോമഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സിറ്റുവേഷൻസൊക്കെ പുള്ളി അറിഞ്ഞ് ആ രീതിയിലൊക്കെ പുള്ളി കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പുള്ളിയുടെ കോമഡിയൊക്കെ കാണാൻ നല്ല രസമാണ്. കുറച്ച് എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് പുള്ളി നമ്മളെ ഒന്ന് മൊത്തത്തിൽ. അപ്പോൾ കൊള്ളാം. ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് ഈ സിനിമയുടെ. പിന്നെ അതൊരു കൊച്ചുണ്ട്. ആ കൊച്ചൊരു അടിപൊളി രംഗം ഇതിൻ്റെ അകത്ത് കാഴ്ചവെക്കുന്നു. അടിപൊളിയാണ്. ആ കൊച്ചിന് എൻ്റെ ഒരു ഹാറ്റ്സ് ഓഫ്. അടിപൊളിയാണ് അഭിനയിച്ചത്. അതിനിയും ഉയർന്നു വരട്ടെ അടുത്തടുത്ത സിനിമകളിലൂടെ. അപ്പോൾ കൊള്ളാം, നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ഇതിലെ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു വില്ലൻ, ഒരു മികച്ച വില്ലൻ. കാര്യം പുള്ളി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തുടക്കം മുതൽ ഒടുക്കം വരെ എത്രത്തോളം എക്സ്ട്രീമായിട്ട് പോകാൻ പറ്റും അതുപോലത്തെ ഒരു വില്ലൻ. കൊള്ളാം. ഒരിടത്തും പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കളയാത്ത രീതിയിൽ തന്നെ പുള്ളി പോയിട്ട് നായികയോട് ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള ഒരു വില്ലൻ തന്നെ. കൊള്ളാം, നല്ലൊരു വില്ലൻ, ഒരു മയമില്ലാത്തൊരു വില്ലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേകം മൂഡ് ക്യാരക്ടർ പിടിച്ച പുള്ളി ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രീതിയിലൊരു എന്താ പറയുക, ഒരു ഇതാവാതെ ഒരു അടുത്ത് ലൂസാവാതെ വളരെ ബോൾഡായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് പുള്ളിക്കാരനെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതുപോലെ പറയാനുള്ളത് വെച്ചാൽ ഇതിനകത്ത് കുറേ ക്യാമിയോസ് വന്നുകൊണ്ട് അവർ നമ്മളെ രസിപ്പിക്കുന്നുണ്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, നമ്മളെ അതുപോലെ തന്നെ കോരിത്തിരിപ്പിക്കുന്നുണ്ട്. അതെന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കണം. അത് ഞാൻ പറഞ്ഞ അതെല്ലാം സ്പോയിലറായിപ്പോവും. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടോ, അടിപൊളിയാണ്. പിന്നെ ഈ പറയാനുള്ള പോലെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കണം നിമിഷമാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഓരോ ഫ്രെയിംസൊക്കെ എന്നാ രസമാണ് കാണാനായിട്ട്. പുള്ളി പണി വെച്ചേക്കണം. അതിൻ്റെ കളർ ഗ്രേഡിങ് ഉൾപ്പെടെ എന്നാ രസം അത് കാണാനായിട്ട്. കാര്യം ഒരു ബാംഗ്ലൂർ നഗരം ഒരു ഡാർക്ക് മൂഡിലേക്ക് എടുത്ത് വെച്ചേക്കുക. സോ അതിൻ്റെ ആ ഓരോ ഫ്രെയിംസിലെ ആ കൺസിസ്റ്റൻസി, ആ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒട്ടും വിട്ടു പോകാത്ത രീതിയിൽ അതിങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രത്യേക കഴിവാട്ടോ. അത് ഒന്നും രക്ഷയില്ല. സെറ്റ് ഇട്ടെങ്ങനെ അതിൻ്റെ ആർട്ട് വർക്കായാലും. പിന്നെ ഇതിൻ്റെ BGMസിലേക്ക് പോകാനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു രക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ആണെങ്കിൽ അടിപൊളിയാണ്. കൊള്ളാം. മൊത്തത്തിൽ പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയാണ്. ഇതൊരു നിസാര ബഡ്ജറ്റ്, എൻ്റെ അറിവിൽ ഞാൻ കേട്ടിടത്തോളം 30 കോടിക്കാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷെ 30 കോടിക്ക് നിർമ്മിച്ചതൊന്നും പടം കണ്ടില്ല. അതുപോലത്തെ അടിപൊളി പടം. അതായത് ഈ 300-400 കോടിക്കൊക്കെ പടം എടുത്ത്
വരുന്നവരുണ്ടല്ലോ, പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തിട്ട് വരുന്നുണ്ടല്ലോ, എന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്തിറങ്ങിയ കുറേ തമിഴ് സിനിമകൾ, കുറേ ഹിന്ദി സിനിമകളൊക്കെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട്. ആ സാധനത്തിൽ ഇപ്പോൾ ഈ 30 കോടിക്ക് 40 കോടിക്കൊക്കെ വന്ന് മലയാളത്തിൽ ഹിറ്റടിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാർക്കോ പോലെയൊക്കെ തന്നെ ഡിസംബർ ഇറങ്ങിയ മാർക്കോ ഉണ്ടല്ലോ, മാർക്കോ ഈ സിനിമയ്ക്ക് ഇതേ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാ പറഞ്ഞത്, നമ്മൾ ഇനിയുള്ള കാലം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് നല്ല നല്ല കൊള്ളാവുന്ന ഡയറക്ടേഴ്സ് അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ആൾക്കാർ ടിക്കറ്റ് എടുക്കുകയുള്ളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ കുറച്ച് സിനിമകൾ. സോ ഈ സിനിമ എന്തുകൊണ്ടും ഓണം തൂക്കും. ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ കുറേ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമ നിസ്സംശയം ഞാൻ പറയാം, ഈ സിനിമ ഓണം തൂക്കി കഴിഞ്ഞിരിക്കുന്നു. കാര്യം നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ സൈഡിൽ നിന്നും. എല്ലാവരും തന്നെ നല്ല മികച്ച അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഇതിന് കൂടുതലൊന്നും വലിച്ചു കിട്ടി പറയാനില്ല. ഈ പടം തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ, ഫാമിലി ഓഡിയൻസ് ഉൾപ്പെടെ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഇതിലെ ആക്ടേഴ്സിനും ഇതിൽ അഭിനയിച്ചിരുന്ന എല്ലാ ടെക്നീഷ്യൻ സൈഡ്സിനും എല്ലാ രീതിയിലും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഹാറ്റ്സ് ഓഫ്, എവറിത്തിങ് ഗുഡ്, എ ഗുഡ് ജോബ് ആൻഡ് എ ഗുഡ് മാർവലസ് പ്രൊജക്റ്റ്. ഒന്നും പറയാനില്ല. അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഹിൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ചെറിയ മാർവൽ അത്ഭുതം പോലെയാണിത്. സോ നമുക്കും ഉണ്ട് ഇപ്പോൾ ഒരു മാർവൽ എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. അതുമാത്രമേ എനിക്ക് ഇതിന് പറയാൻ പറ്റുള്ളൂ. ബാക്കി തിയേറ്ററിൽ പോയി കണ്ടോളൂ.